അങ്ങിങ്ങനെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ്ഡ് സ്പിരിച്വാലിറ്റി കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങക്കത് ചെയ്യാൻ ഭയമില്ലേ? അവർ ചിന്തിക്കുന്നത് ഇനിയിപ്പം ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഇതായി പോവില്ലേ? അങ്ങ് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങക്ക് എങ്ങനെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഞാൻ എൻ്റെ പ്രായത്തെ നോക്കാറില്ല. എൻ്റെ വ്യക്തിബോധത്തെ പണ്ട് എൻ്റെ ഗുരുവെടുത്ത് കളഞ്ഞതാണ്. അതുകൊണ്ട് എനിക്കൊരു വ്യക്തിത്വമില്ല. ഒന്നിനെയും ഭയപ്പെടുകയില്ല. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന കാര്യത്തിനെയും എനിക്ക് എൻ്റെ കാര്യത്തിനോടൊരു കരുതലില്ല. പിന്നെ ഞാൻ ആരെ ഭയക്കാനാണ്? പിന്നെ പലരും ചോദിക്കും എക്സ്പീരിയൻസ്ഡ് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു? ഇതൊന്നും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. യോഗികളിൽ അവധൂതരായി ജീവിക്കുന്നവരുമുണ്ട്. ഗുരുക്കന്മാരായിട്ട് മറ്റുള്ളവർക്ക് അനുഭവം കൊടുക്കുന്നവരുമുണ്ട്. ഗുരു എന്ന് വെച്ചാൽ അനുഭവം കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അവധൂത ജീവിതമാണ് ഈ നിമിഷം വരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ ഒഴിവാക്കുകയാണ്. വേണമെന്ന് നോക്കുമ്പോൾ എനിക്ക് നിഷ്പ്രയാസമായി അതിലേക്ക് എത്തുവാനും പറ്റും. ഒരിക്കലും എൻ്റെ പദ്ധതിയല്ല. ജീവിക്കാൻ ജീവിത പ്രാരാബ്ധത്തിൽ ദാരിദ്ര്യം അലട്ടുമ്പം ദാരിദ്ര്യത്തിൽ നിന്ന് മറികടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കും. ഞാനും വിചാരിച്ചത് പ്രാണായാമവും എന്തെങ്കിലും മന്ത്രജപവും അത്യാവശ്യം യോഗാസനാസും എൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി എൻ്റെ പരിവർത്തനത്തിന് വേണ്ടി കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിൽ ഞാനും സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നാൽ ഒരു മന്ത്രം ഞാൻ ഉച്ചരിക്കുമ്പോഴും ഞാൻ ധ്യാനത്തിൽ ഏർപ്പെടുമ്പോഴും മറ്റുള്ളവർക്കും എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന പോലുള്ള ഒരു അനുഭൂതി ലഭിക്കുമെന്നുള്ളത് ഞാനും ഓരോ ഈവൻസിലും ഓരോ ബ്രാഹ്മി 21 ഡേയ്സിലുമാണ് ഞാനും റിയലൈസേഷൻ ചെയ്യുന്നത്. അല്ലാതെ ഇതൊക്കെ എന്തെങ്കിലും ഒരു പദ്ധതി വെച്ചിട്ടുള്ളതല്ല. ഞാനൊരു ശൂന്യമായിരിക്കുന്നു, എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അവർക്കുണ്ടാകുന്ന റിസൾട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പം അവരെന്ത് ചിന്തിക്കുമെന്നോ ഒന്നുമില്ല. ഞാനൊരു ശൂന്യമായിരിക്കുന്നു, അവിടെ ദൈവീകത്വം പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ പറയാൻ കാര്യം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഭയത്തെ മറികടക്കാനോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനോ ഇതിനൊക്കെ ഉപരി ചെയ്യുന്നതിനെക്കാട്ടിൽ ഏറ്റവും ജീവിക്കാൻ ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഈ നിമിഷം ശൂന്യമായിരിക്കുക എന്നുള്ളതാണ്. ശൂന്യമായി ഇരുന്നു കഴിഞ്ഞാൽ